ഹാഗർ ഇങ്ങനെ പറയും, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ഇന്നലെ വരെ എവിടായിരുന്നു, ഇന്ന് എവിടാ? ഇന്നലെ വരെ ഹാഗർ ആയിരുന്നത് അബ്രഹാമിന്റെ കൂടാരത്തിൽ. ഈ ഹാഗർ ഇപ്പോ എത്തി നിൽക്കുന്നത് മരുഭൂമിയിലാണ്. ഇവൾ ഇന്നലെ വരെ ആയിരുന്നത് ആരാധനയുള്ള കൂടാരത്തില. ഇവൾ ഇന്നലെ വരെ ആയിരുന്നത് വിശ്വാസമുള്ള കൂടാരത്തില. ഇവൾ ഇന്നലെ വരെ ആരായിരുന്നത്? അവൻ വെളിപ്പാടും സ്വപ്നങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവത്തിന്റെ ശബ്ദങ്ങളും ദൈവദൂതന്മാരുടെ വിസിറ്റിംഗും ഒക്കെയുള്ള കൂടാരത്തിലായിരുന്നവർ. ഇന്നും ഇതൊന്നുമില്ലാത്ത മരുഭൂമിയില ഇന്ന് നിൽക്കുന്നത്. ഇന്ന് പകൽ ആരോ പറയുന്നു, പാസ്റ്ററെ ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ മരുഭൂമിയില, ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ കുടുംബം ഇന്ന് നിൽക്കുന്നത് മരുഭൂമിയില. ദൈവാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയും ആരാധനയും ദൈവിക ഇടപെടലും സ്വപ്നങ്ങളും ആമേൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ വിസിറ്റിംഗും ഒക്കെയുള്ള ആമേൻ ദൈവ സാന്നിധ്യമുള്ള കൂടാരത്തിനകത്തായിരുന്നപ്പോ നിന്നെ കണ്ട ദൈവത്തെ ഇന്ന് നീ ആയിരിക്കുന്ന നിന്റെ മരുഭൂമിയിൽ നീ അവനെ കാണാൻ പോവുകയാണ്, അവന്റെ സാന്നിധ്യം കാണാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് നിന്നെ കണ്ട ദൈവത്തെ ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ, നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ മരുഭൂമിയിൽ നീ കാണാൻ പോകുന്നു. നിന്നെ തേടി വന്ന, നിന്നെ അന്വേഷിച്ചു വന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ദൈവത്തെ ഈ പകൽ നീ കാണാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, അബ്രഹാമാർ കൂടെയില്ലെങ്കിലും സാറായിമാർ കൂടെയില്ലെങ്കിലും നിന്നോടൊപ്പം ജോലി ചെയ്ത പലരും, നിന്നോടൊപ്പം നിന്ന പലരും ഇന്ന് ഈ മരുഭൂമിയിൽ നിന്റെ ഒപ്പമില്ലെങ്കിലും ഇന്നലകളിൽ നിന്നെ കണ്ട ദൈവത്തെ ഈ മരുഭൂമിയിൽ നീ കാണാൻ പോവുകയാണ്. ഇന്ന് നീ കാണാൻ പോകുന്നത് നിന്റെ മരുഭൂമിയല്ല, ഇന്ന് നീ കാണാൻ പോകുന്നത് നിന്റെ ഒറ്റപ്പെടലുകളല്ല, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ. ഹാഗാറിനെ പോലെ നിന്റെ ലൈഫിലും നീ പറയുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നു. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. എവിടെ? മരുഭൂമിയിൽ കണ്ടു. ഞാൻ ഇന്നായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ ഞാൻ കണ്ടു.